ജിഹാദിന്റെ അയ്യരുകളി, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടക്കുകയും പലരും അയച്ചു തരികയും എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ഇരുപക്ഷത്തു നിന്നുള്ള, അതായത് വിശ്വാസി പക്ഷത്തു നിന്നുള്ള ആളുകൾ ഒരുപാട് അത് ഫോർവേഡ് ചെയ്തു. നോക്കൂ, ഒരു അമുസ്ലിമായ ഹിന്ദുവായ ഒരു സഹോദരി പോലും ജിഹാദിനെ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഗുണദോഷിക്കാനും എന്നെ ഉപദേശിക്കാനും എനിക്ക് അതുവഴി ഹിദായത്ത് കിട്ടാനും വേണ്ടിയിട്ടൊക്കെ അയച്ചു തന്ന സുഹൃത്തുക്കൾ, മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. എന്താണ് ഇവർ ഈ പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഇതുപോലെ IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ അല്ലെ, അവരെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് മറ്റു പല ആളുകളും ഇത് അയച്ചു. രസകരമായ സംഭവം, ഈ വീഡിയോ കേരളത്തിലെ ഇസ്ലാം മത വിഭാഗത്തിനിടയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന CH മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതൻ. അദ്ദേഹം കേവലമായ പണ്ഡിതനല്ല, അദ്ദേഹം ഖുർആനിനെ എങ്ങനെ മാനവികമായി വ്യാഖ്യാനിക്കാം എന്ന കാര്യത്തിൽ പരീക്ഷണം നടത്തുകയും ഖുർആനിന് മാനവികമായ ഒരു വ്യാഖ്യാനം എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 5ാം വോള്യത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത നിരവധി ആളുകളിൽ ഒരാളാണ് ദിവ്യ എസ് അയ്യർ. അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ദിവ്യ എസ് അയ്യർ നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും രസകരമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ആമുഖമായിട്ട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിലൊരു കഥയുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനൊരു മുർത്തദാണ്, മതം ഉപേക്ഷിച്ച ആളാണ്, മതത്തെ നിരാകരിച്ച ആളാണ്, മതം മുന്നോട്ട് വെക്കുന്ന ദൈവികമായ സകല ചിന്തകളെയും നിരാകരിച്ച ആളാണ്, ദൈവികമായിട്ടുള്ള അവകാശവാദങ്ങളെ മുഴുവൻ തിരസ്കരിച്ച ആളാണ്. എന്നാൽ മുസ്തഫ മൗലവി ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ അംഗീകരിക്കുകയും മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ അംഗീകരിക്കുകയും അള്ളാഹു എന്ന ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും, എല്ലാ മതങ്ങളും, എല്ലാ വേദങ്ങളും സത്യമാണ് എന്ന തരത്തിൽ ഖുർആനും അതേ സന്ദേശമാണ് പങ്കുവെക്കുന്നത് എന്ന തരത്തിൽ ഖുർആൻ വർഗീയമായ ഒരു ഗ്രന്ഥമല്ല, ഇസ്ലാം വർഗീയമായ ഒരു ആശയമല്ല, അത് മാനവികമാണ്, ഏത് മതത്തിലും ഏത് ആചാരത്തിലും അനുഷ്ഠാനത്തിലും മുന്നോട്ട് പോകാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനെ മാനവികമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ വിധിയിൽ കണ്ണിൽ ഞാനും മുസ്തഫ മൗലവിക്ക് ഒരേ തെറ്റുകാരാണ്, ഒരേ കുറ്റക്കാരാണ്. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേർത്ത് ഒറ്റ കോലിലാണ് ശിക്ഷ ശരിയായ രീതിയിൽ ഇസ്ലാം വിശദീകരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദിവ്യ എസ് അയ്യർ നടത്തിയിട്ടുള്ള ഈ പ്രഭാഷണം ഖുർആനിനെ മാനവികമായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടത്തുന്ന മുസ്തഫ മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 5ാം വോള്യത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് അതിഥിയായി വന്ന ഒരു വ്യക്തി എന്ന നിലക്ക് മുസ്തഫ മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തോട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഇസ്ലാമിക വ്യാഖ്യാനം മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് അവർ ശ്രമിച്ചത്, പക്ഷെ അവിടെ അത് പരാജയമാണ്. ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്നാൽ ആ പ്രസംഗം മുസ്തഫ മൗലവിയെ തള്ളിക്കളയുകയും മുസ്തഫ മൗലവിയുടെ വ്യാഖ്യാനങ്ങൾ തള്ളുകയും മുസ്തഫ മൗലവിക്ക് ജൂതന്മാരുടെ ഏജന്റ് ആണെന്ന് പറയുകയും അല്ലെങ്കിൽ മുസ്തഫ മൗലവി ഷിയാക്കളുടെ ഏജന്റ് ആണെന്ന് പറയുകയും അഹ്ലു സുന്നത്തിനെ പൊളിക്കാൻ, ഇസ്ലാമിനെ പൊളിക്കാൻ ഇറങ്ങിയിട്ടുള്ള ചാരനാണ് മുസ്തഫ മൗലവി എന്ന് പറഞ്ഞിട്ട് ഈ പുസ്തകത്തിനും ഇതിന്റെ ആശയത്തിനും എതിരെ പുസ്തകങ്ങൾ എഴുതുകയും വീഡിയോകൾ ചെയ്യുകയും അദ്ദേഹത്തെ തെറി പറയുകയും ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന അതേ മുസ്ലിം സമുദായത്തിന്റെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയ്ക്ക് അനുഗുണമാകുന്ന രീതിയിൽ അതിനോട് ചേർന്ന് പോകുന്ന തരത്തിൽ ദിവ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ മുന്നോട്ടുള്ള സംസാരത്തിലെ എളുപ്പത്തിന് വേണ്ടി അയ്യർ എന്ന് പറയാണ്, ഇവർ നടത്തിയിട്ടുള്ള ഈ പ്രസംഗത്തെ എടുത്തുപയോഗിക്കുന്ന വളരെ രസകരമായിട്ടുള്ള കാഴ്ച കണ്ടു. അതിൽ നേർപ്പിച്ച ഇസ്ലാം എല്ലാവർക്കും പ്രിയങ്കരമാണ് എന്ന് മനസ്സിലാക്കാവുന്ന ചില തെളിവുകളും കണ്ടു. ഞാൻ അതിന്റെ ഒന്ന് രണ്ട് സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് ഇവർ നടത്തിയിട്ടുള്ള പ്രസംഗം. വാല്യൂ ഓഫ് നോളജ് എന്ന് പറയുന്ന മുസ്തഫ മൗലവിയുടെ ചാനലിൽ ഈ വീഡിയോ ഉണ്ട്. ദൗർഭാഗ്യവശാൽ ഈ വീഡിയോയുടെ സൗണ്ട് ഇല്ല. ഇതിൽ വിവാദമായി പുറത്തു വന്ന വീഡിയോ ക്ലിപ്പിന്റെ ഭാഗത്തുള്ള ഭാഗങ്ങൾ ഓഡിയോ മ്യൂട്ടാണ്. അതെന്താ അറിയില്ല, ടെക്നിക്കലാണോ, അത് റിമൂവ് ചെയ്തതാണോ, അവരുടെ ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകാത്തതുകൊണ്ട് ഒഴിവാക്കിയാണോ എന്നറിയില്ല. എന്തായാലും ഇവരുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ലഭ്യമല്ല എന്ന് ആമുഖമായിട്ട് പറയാണ്, സാന്ദർഭികമായിട്ട്. അത് ഇനി ചിലപ്പോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇതാണ് പ്രസംഗം. ഇതിൽ നിന്നാണ് വീഡിയോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ദിവ്യ ഈ പറയുന്ന ഈ കാര്യങ്ങൾ, ദിവ്യ എന്ന് പറയുന്ന, ഞാൻ ഈ ദിവ്യ എസ് അയ്യർ എന്നൊക്കെ നീട്ടി പറയാൻ കഴിയില്ല, ദിവ്യ എന്ന് പറയാം. അപ്പൊ ദിവ്യ നടത്തിയിട്ടുള്ള ഈ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം അവർക്ക് എടുക്കാൻ കഴിയില്ല. അവരതുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയതിന്റെ കോലം ഞാൻ കാണിച്ചു തരാം. ഇത് ആരുടെ വേദിയിൽ ആരുടെ ആശയം ഏത് രീതിയിൽ പറഞ്ഞതാണെന്നുള്ളതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മുസ്തഫ മൗലവിയുടെ പരിപാടിക്ക് ക്രെഡിറ്റ് പോകാതെ ദിവ്യ പറഞ്ഞ വാദങ്ങളെ ഇസ്ലാമിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നതിന്റെ പരീക്ഷണമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിച്ചു കണ്ടു. ഇങ്ങനെ ഒരു ഫ്രെയിമിനകത്താണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. അതിൽ വന്നൊരു കമന്റും നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാം. അപ്പൊ നമുക്കിനി
ദിവ്യ നടത്തിയിട്ടുള്ള ഈ ജിഹാദിന്റെ അയ്യര് കളി എന്താണ്, അതിലേക്ക് പോകാം. ദിവ്യ പറയുന്ന ഭാഗം അല്ലെങ്കിൽ പുറത്തു വന്ന വീഡിയോ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം നമുക്ക് കേൾക്കാം. അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും ദിവ്യക്ക് വേണ്ടി എന്താണ് ജിഹാദ് എന്ന് ദിവ്യക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മുതിർന്ന 2 പ്രബോധകരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോ അതും കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഇന്ന് ലോകമെമ്പാടും പല ആവർത്തി പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, അറബിക് ഭാഷയിലെ അർത്ഥം എന്താണ്? ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 41 ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിന്റെയും അതിന്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ഇവിടെ ഇവരൊരു പുസ്തകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പുസ്തകം വായിച്ചപ്പോൾ ജിഹാദിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്കൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ അവർ ആ പുസ്തകം വായിച്ചതിന് ശേഷം ജിഹാദിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. അങ്ങനെ പഠിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇവർ ജിഹാദ് വിശദീകരിക്കുന്നത്. ഈ ഭാഗം വളരെ ക്രൂഷ്യലാണ്, ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ കേട്ടുപോകുന്ന രീതിയിലല്ല. അപ്പൊ ഇവർ ജിഹാദ് എന്താണ് എന്ന് ശരിയായ രീതിയിൽ പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന ഒരു ആമുഖത്തോടു കൂടിയാണ് ഇവർ ഈ സംസാരം നടത്തുന്നത്. അപ്പൊ എന്താണ് ആ പുസ്തകം? അത് ഇവരുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഇവർ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. അത് കുറച്ച് കഴിയുമ്പോൾ ഈ പുസ്തകവും ആ പുസ്തകത്തിൽ നിന്ന് വായിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗം കോട്ട് ചെയ്യുമ്പോൾ അവിടെ പോലും ഇവർ കാണിക്കുന്ന തരികിട, ഒരു കാര്യത്തെ പുട്ടിയടിക്കുക എന്ന വളരെ വ്യക്തിപരമായ വളരെ വില കുറഞ്ഞ ഒരു പരിപാടിക്ക് വന്ന ദിവ്യ ആ വായിച്ചു എന്ന് പറയപ്പെടുന്ന പുസ്തകം, തന്റെ അറിവിന്റെ സ്രോതസ്സായ പുസ്തകത്തിൽ പോലും തിരിമറി നടത്തുന്നത് കൂടി നമ്മൾ ഇന്ന് കൈയോടെ പിടിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അത് നമുക്ക് അവസാനം പറയാം. അതിനു മുൻപ് ഇവർ ജിഹാദിനെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നതെന്നും ഇവർ എല്ലാം മനസ്സിലാക്കി പഠിച്ച് മുസ്തഫ മൗലയുടെ വ്യാഖ്യാനമൊക്കെ പഠിച്ചിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അതിന് മുമ്പ് അവർ ഏറ്റവും ആദ്യം വായിച്ച പുസ്തകത്തിൽ നിന്ന് അവർ ജിഹാദിനെ കുറിച്ച് ഒരു അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവുകയും ജിഹാദ് എന്താണെന്ന് പഠിക്കുകയും ചെയ്തു എന്നാണ് ഈ ഭാഗം അവർ പറയുന്നത്. അപ്പൊ ആ പുസ്തകം നമ്മൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ മെൻഷൻ ചെയ്യും. ആ പുസ്തകത്തിൽ നിന്നുള്ള കോട്ടിങ്ങും നമ്മൾ കാണിക്കും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ദിവ്യ എസ് അയ്യർ ജിഹാദിനെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ്. അതിലേക്ക് കിടന്നത്. ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്, ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് അന്യനെ നശിപ്പിക്കുക എന്നതോ തീവ്രപക്ഷത്തേക്ക് ചേരുക എന്നതൊന്നും അങ്ങനെയൊന്നുമുള്ള അർത്ഥം ജിഹാദിനില്ല. സ്വന്തത്തോട് മാത്രം ഉള്ള ആത്മനിയന്ത്രണം, അല്ലെ, പരിശ്രമം, ത്യാഗപരിശ്രമം, ഇത് മാത്രമാണ് ജിഹാദ്. ഇവർ ജിഹാദ് എന്താന്ന് പഠിച്ചിട്ട് പറയാണ്. അപ്പൊ നമുക്ക് ബാക്കി കേൾക്കാം. നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല, അവർ കംപ്ലീറ്റ് പറഞ്ഞു തീർത്തോട്ടെ എന്നിട്ട് പറയാം. ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ്, നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന്. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് ഒരു വലിയ യുദ്ധം ജയിച്ചതിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോ പ്രവാചകൻ അനുയായികളോട് പറയുകയാണ്, നമ്മൾ ഇനി ഇതിലും വലിയൊരു സമരത്തിലേക്കാണ് പോകുന്നത് എന്ന്. അത് കേട്ടപ്പോൾ എല്ലാവരും ഇതിലും വലിയൊരു സമരമോ, ഇപ്പോ നമുക്ക് ആവശ്യം ഒരു വിശ്രമമാണ്. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇതിലും വലിയൊരു സമരം എന്താണ് എന്ന ആശ്ചര്യത്തോടു കൂടി അവർ കേൾക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഒന്നാമത് ഇങ്ങനെ ഒരു സംഭവം ഖുറാനിലില്ല. ഇവർ പറയുന്ന ഭാഗം ഞാൻ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളത് നമ്മുടെ രാഹുൽ ഈശ്വർ ജിഹാദ് പുട്ടിയടിച്ചപ്പോഴാണ് കേട്ടത്. ഇത് ഹദീസിലുള്ള അല്ലെങ്കിൽ ഹദീസിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം ഹദീസിലുണ്ട്. ഈ ഹദീസ് തന്നെ ദുർബലമാണ്. നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം മത പണ്ഡിതന്മാരും ദിവ്യയെയും അതേപോലെ തന്നെ രാഹുൽ ഈശ്വറിനെയും ഒക്കെ വലിയ സംഭവമായിട്ട് പൊക്കിക്കണ്ടു നടക്കുന്ന പ്രബോധകരും ഇസ്ലാമിന് വേണ്ടി സ്റ്റുഡിയോക്കുള്ളിലെങ്കിലും ഇരുന്നു കൊണ്ട് അംഗം വെട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ ചെപ്പടി വിദ്യകളൊക്കെ ഉണ്ട്, മാജിക് ഒക്കെ ഞാൻ പിന്നെ പറയാം. അത്തരം ആളുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന ഈ ദിവ്യ എസ് അയ്യറിനെ പോലെയും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ആശയം അടങ്ങിയിട്ടുള്ള ഹദീസ് ദുർബലമാണ് എന്നും അത് തള്ളപ്പെടേണ്ടതാണ്, ലൈഫാണ് എന്നുമാണ് പ്രബല ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ആധികാരിക ഹദീസ് ഗ്രന്ഥങ്ങളായി പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും ഉള്ള ഹദീസ് അല്ല. സിഹാഹു സിത്ത എന്ന് പറയുന്ന ഇവരെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിലുള്ളതല്ല.
അതിനൊക്കെ പുറത്തുള്ള ഒരു ഹദീസാണ് എന്ന് മാത്രമല്ല ഈ ഹദീസ് ദുർബലമാണ് എന്നും അത് ലൈഫാണ് എന്നും ഒക്കെ ഇവരുടെ ഇബ്നു ഹജർ ഹൈത്തമിയും അസ്കലാനിയും അതേപോലെ തന്നെ എന്തായാലും പറയാ അൽബാനി ഏറ്റവും ആധുനികമായിട്ടുള്ള ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വരെ ലൈഫും ഹസനും പിന്നെ ഒക്കെ കണ്ടെത്തിയിട്ട് ക്രോഡീകരിച്ച അൽബാനി എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനി എന്നിവർ പറയുന്ന ഹദീസ് പണ്ഡിതനും ഒക്കെ ഇത് ദുർബലമായ ഹദീസാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ്. രണ്ടാമത്തത് ബദറിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആണ് മുഹമ്മദ് ഇത് പറയുന്നത്. അപ്പൊ ബദർ എന്തായിരുന്നു? ത്യാഗപരിശ്രമത്തിന് പോയതായിരുന്നോ? ദിവ്യ ബദറിനെ കുറിച്ചുകൂടി പഠിക്കാനല്ലോ. അപ്പൊ ജിഹാദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിലെ ജിഹാദ് അല്ലെങ്കിൽ സായുധ വിപ്ലവം എന്ന പേരിൽ ഏറ്റവും ഖ്യാതി നേടിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൊല്ലം തേങ്ങാച്ചോറും ബീഫും വരട്ടിയതും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ കൊണ്ട് തീറ്റുന്ന ബദർ ദിനം എന്ന ആഘോഷം, ബദർ മൗലൂദ്, ബദരീങ്ങളുടെ ആണ്ടുനീർച്ച തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾക്കൊക്കെ നിദാനമായിട്ടുള്ള ബദർ. എന്താണ് ബദർ എന്നതിനെ കുറിച്ചും കൂടി ഒരു ഗവേഷണം നടത്താമായിരുന്നു. എന്തായാലും ബദർ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് എന്ത് പറയുന്നത്, ഇതിനേക്കാളും വലിയ ഒരു സമരത്തിലേക്കാണ് നമ്മൾ പോണതെന്ന്. അതാണ് നമ്മള് പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ ജിഹാദുൻ കബീർ കേട്ടോ, ജിഹാദുൽ അക്ബർ, ജിഹാദുൻ കബീർ ഒക്കെ നമുക്ക് അതിലേക്ക് വരാം. അത് എന്ത് കഴിഞ്ഞിട്ടാണ് അവര് വരുന്നത്? ജിഹാദുൻ സഗീർ കഴിഞ്ഞിട്ടാണ്, അസ്ഗർ കഴിഞ്ഞിട്ടാണ്, ജിഹാദുൽ അസ്ഗർ. അപ്പം ചെറിയ ജിഹാദ് ആയ ബദർ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ എന്താണ് ചെറിയ ജിഹാദ്? ചെറിയ ജിഹാദ് കഴിഞ്ഞിട്ടാണല്ലോ വലിയ ജിഹാദ്. എന്താണ് ചെറിയ ജിഹാദ്? ചെറിയ ജിഹാദ് മക്കയിൽ നിന്ന് കച്ചവടത്തിന് പോകുന്ന ഒരു കച്ചവട സംഘത്തെ ലാക്കാക്കി 20-30 പേരടങ്ങുന്ന ഒരു കച്ചവട സംഘവും അവർക്ക് വഹിക്കാവുന്ന അവരുടെ ഒട്ടകങ്ങളും അതിനു മുകളിലുള്ള സമ്പത്തും ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കച്ചവടം കഴിഞ്ഞു വരുന്ന ആ കച്ചവട സംഘത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ 313ഓളം അനുചരന്മാരെയും കൂട്ടി ഈ സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു പോയതിന്റെ ഭാഗമായിട്ടുണ്ടായ സംഘട്ടനമാണ് ബദർ. അപ്പൊ അപ്രതീക്ഷിതമായി മുഹമ്മദിന്റെ ഈ നീക്കം പണത്തറിഞ്ഞ കച്ചവട സംഘം അതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവരുടെ ആളുകളുടെ അടുത്തേക്ക് മക്കയിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും ദൂതന്മാർ പോവുകയും അവർ കയ്യിൽ കിട്ടിയത് എടുത്തുകൊണ്ട് ഈ കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഈ വഴിയിൽ കൊള്ള ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കൊള്ള സംഘത്തെ നേരിടാൻ വേണ്ടി അവര് ഒരുങ്ങി പുറപ്പെട്ടു വരികയും ചെയ്യുന്നു. ഇത് പിന്നീട് കൊള്ളയടിക്കാൻ പോയ സംഘം അപ്രതീക്ഷിതമായി വന്നുപെട്ട ഒരു വലിയ സംഘത്തോട് ഏറ്റുമുട്ടേണ്ടി വരുന്നു. ആ ഏറ്റുമുട്ടിയ ആ സംഘട്ടനത്തിന്റെ പേരാണ് ബദർ. ആ ബദർ എന്തൊക്കെ നടന്നു എന്നും ആ ബദറിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. യുദ്ധനീതി ഒന്നുമില്ലാത്ത വളരെ മൃഗീയമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളും ബദറുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ബദറിൽ ബന്ദികളാക്കി പിടിച്ച ആളുകളെ പണ്ട് ദിവ്യ സൈര് വേറെ എവിടെയെങ്കിലും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം, തന്റെ ചുമലിൽ കുടൽമാലയിട്ട ഒട്ടകത്തിന്റെ കുടൽമാലയിട്ട ആളോട് ക്ഷമിച്ച മഹാനായ പ്രവാചകൻ അക്കാരണം കൊണ്ട് ആളുകളെ തലവെട്ടിക്കും. യുദ്ധബന്ദികളെ പിടികൂടിയതിനു ശേഷം തലവെട്ടി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരെ അംഗവിച്ഛേദം ചെയ്തിട്ട് നമ്മൾ കാളാൻ മൂളം വെട്ടിയിട്ട് 3-4 ആളുകൾ ചുറ്റും നിന്ന് ഒരു മനുഷ്യനെ വെട്ടി പല തുണ്ടങ്ങളാക്കി മാറ്റിയിട്ട് വികൃതമാക്കിയ മൃതശരീരങ്ങളെ പൊട്ടക്കണത്തിലേക്ക് വലിച്ചിട്ടിട്ട് ആ പൊട്ടക്കണത്തിലെ മൃതദേഹങ്ങളോട് ആക്രോശിച്ച മുഹമ്മദ് നബി എന്നിത്യാദി കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മക്കയിലേക്ക് തിരിച്ചു വരുന്ന മുഹമ്മദ് നബി അനുചരന്മാരോട് പറയാണ്, നമ്മൾ ഇനി ഇതിനേക്കാളും വലിയ ഒരു സമരത്തിലേക്ക് പോവുകയാണ് എന്ന്. അപ്പൊ ജിഹാദുൻ സഗീർ, ജിഹാദുൽ അസ്ഗർ ഇതാണ് കേട്ടോ. ദിവ്യ പഠിച്ചു വെക്കണം. എന്താണ് ജിഹാദുൽ അക്ബർ എന്താണെന്ന് പഠിപ്പിച്ചു തരാം, ഒന്നുകൂടി പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. ദിവ്യ ഉദ്ദേശിച്ച പിന്നെ മുഹമ്മദ് നബി ഇനിയിപ്പോ ഈ ഹദീസ് സഹീഹാണെന്ന് വന്നാലും ഒന്ന് സഹീഹല്ല, ഹദീസിനെ നമ്മൾ ഒരു പരിഗണിച്ചാൽ പോലും ആ പറഞ്ഞ വലിയ ജിഹാദിന്റെ സാങ്കത്യം എന്താണ് എന്ന് നമുക്ക് പറയാം. അതിനു മുമ്പ് ചെറിയ ജിഹാദ് എന്തായിരുന്നു എന്ന് ദിവ്യ ഒരു ലഘുവായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് ജിഹാദുൽ അസ്ഗർ. ഈ ജിഹാദുൽ അസ്ഗർ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ദിവ്യ പറഞ്ഞ ഈ മഹത് വചനം മുഹമ്മദ് നബി പറയുന്നത്. അപ്പൊ ചിത്രം ക്ലിയർ ആണല്ലോ അല്ലെ? ആ പിക്ചർ നിങ്ങൾ മനസ്സിലുണ്ടാവണം, എന്നാലേ ഇത് കിട്ടുള്ളൂ. വിശ്വാസികൾ അക്ഷമരാകരുത്, അക്ഷമ കാണിക്കരുത്. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിക്കോ. മാന്യമായിട്ട് സഭ്യമായിട്ട് എഴുതിയ കമന്റുകൾ അവർ തന്നെ ഉണ്ടാവും, പേടിക്കേണ്ട. അപ്പൊ ഇനി എന്താണ് മുഹമ്മദ് നബി പറഞ്ഞത്? ഇത് നമ്മൾ കോണ്ടെക്സ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അതിന് നൽകുന്ന ഉത്തരം അതെ, ഇതിലും വലിയൊരു സമരമാണ്. ആ സമരം നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സുകളോടാണ്, സ്വന്തം ദേഹ ഇച്ഛകളോടാണ്, നന്മയിൽ നിന്നും നമ്മെ തടയുന്ന ദുരാഗ്രഹങ്ങളോടാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിരന്തരം അനുദിനം നാം നമ്മോട് തന്നെ പൊരുതുന്ന ആ പോരാട്ടത്തിന്റെ പേരാണ് ജിഹാദ് എന്നുള്ളത്. ഇതെന്താണ് സംഭവം? ഞാൻ ഇനിയിപ്പോ ഹദീസിന്റെ ഒരു സാങ്കത്യം
മുൻനിർത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്തായിരിക്കും ആ സംഭവം? അതുകൂടി പറയാം. ബദറില് ഈ കാട്ടിക്കൂട്ടലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന മുഹമ്മദ് നബി അനുചരന്മാരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തെറ്റുമില്ല. കാരണം ബദർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്ലെങ്കിൽ ബദറിന്റെ ആഘോഷത്തിലും ബദറിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ ആലോചിക്കണം. സമ്പത്ത് കൊള്ള ചെയ്യാൻ പോയി, സമ്പത്ത് പൂർണ്ണമായിട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല, മറ്റൊരു സംഘത്തെ നേരിടേണ്ടി വന്നു. അവിടെ ഇവർ വിജയം വരിക്കുന്നു. ആ വിജയത്തിന് ശേഷം പിടികൂടിയ ആളുകളും അതിൽ പിടിച്ചെടുത്ത കൊല്ലപ്പെട്ട മനുഷ്യരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആടയാഭരണങ്ങൾ ഉൾപ്പെടെ യുദ്ധമുതലുകളായിട്ട് വാരിക്കൂട്ടി കൊണ്ടുവരികയും ചെയ്യുന്ന മുഹമ്മദിന്റെ സംഘം. ആദ്യമായിട്ട് വലിയൊരു ഗനീമത്ത് മുതൽ സമ്പത്ത് കൈക്കലാക്കിയ മുഹമ്മദിന്റെ സംഘം, ആ സംഘം അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, ഈ സമ്പത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പോലും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അലിക്ക് ഗനീമത്തായി കിട്ടിയ ഒട്ടകം, ആ ഒട്ടകത്തെ ഹംസ ഏതോ ഒരു സ്ത്രീയുമായിട്ട് ആടിപ്പാടി കള്ളു കുടിച്ച് പൂസായി ആടിപ്പാടിയപ്പോ ആ സ്ത്രീ പ്രലോഭിപ്പിച്ചപ്പോ ആ ഒട്ടകത്തിനെ വന്ന് അതിനെ കൊന്നുകളഞ്ഞു എന്നും അതിന്റെ മാംസം എടുത്തു എന്നും അതിനെ ചൊല്ലി അലിയും ഹംസയും തമ്മിൽ പിശ ഉണ്ടായി എന്നും അതിന്റെ പരാതിയുമായിട്ട് അലി മുഹമ്മദിന്റെ അടുത്ത് വന്നു എന്നും ഇത് ഹംസയോട് ചോദിക്കാൻ ചെന്നപ്പോ ഇജി വല്ലാണ്ട് വർത്താനം പറയേണ്ട, ഇജിന്റെ വാപ്പാന്റെ അടിമയാണ് എന്ന് മുഹമ്മദിനോട് ഹംസ പറഞ്ഞു എന്നും സംഗതി പന്തിയല്ല ഹംസ പൂസാണെന്ന് മനസ്സിലായപ്പോ മുഹമ്മദ് തിരിച്ചുപോയി എന്നും ഹദീസിലുണ്ട്, ചരിത്രങ്ങളിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഹമ്മദ് പറയും ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി ഈ ഹലാക്കുകൾ തമ്മിലുള്ള തമ്മിത്തല്ല് ഇത് തീർക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികല്ലേ? എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ മനോനില എന്തായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാവുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുമാതിരി ബദറിൽ നടന്നത് ജിഹാദ് അല്ല എന്നതിന് അർത്ഥമല്ല. ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് മാത്രമാണ് ഈ മുഹമ്മദ് നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലൈഫായ ഒരു ഹദീസിൽ ഏതോ ഒരു പാളക്കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ആരോ പറഞ്ഞു കൊടുത്തത് കേട്ട് ദിവ്യ എസ് അയ്യർ ഇത് വിശദീകരിച്ചിട്ട് ഇതാണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആകെ ഇതാണ്. നേരത്തെ പുസ്തകമൊക്കെ വായിച്ച് ജിഹാദ് പഠിച്ചതാണേ, അത് നിങ്ങൾ മറക്കരുത്. ഇനി ബാക്കി അൽ ജിഹാദ് അൽ അഷ്ഗർ, അൽ ജിഹാദ് അൽ അക്ബർ എന്നുള്ളത്. അൽ അക്ബർ എന്നുള്ളത് ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ആ ഒരു ദി ഗ്രേറ്റർ ജിഹാദ് എന്നുള്ളത് നാം നമ്മുടെ തന്നെ ആന്തരികമായിട്ടുള്ള പിശാചുക്കളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിനായി വഴിതെളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഓരോ മതവും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നൈസായിട്ട് ഈ ഒരു ലൈഫായ ഹദീസിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ജിഹാദ് എന്ന് പറഞ്ഞാൽ ആകെ ആത്മസംസ്കരണവും ആത്മനിയന്ത്രണവും സ്വന്തത്തോടുള്ള ദേഹേച്ഛകളോടുള്ള പൈശാചിക ചിന്തയോടുള്ള ഒരു സമരം, നിരന്തരം ഒരു മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മാത്രമാണെന്നും അത് ആന്തരികമാണെന്നും അത് സായുധ വിപ്ലവമോ തീവ്ര നിലപാടെടുക്കലോ ഒന്നുമല്ല എന്നൊക്കെയാണ് ദിവ്യ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതിന് സാഹചര്യം, സന്ദർഭം അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ദിവ്യ സർ നേരത്തെ പറഞ്ഞ ആ പുസ്തകം, അത് നമുക്കൊന്ന് കേൾക്കാം. ആ പുസ്തകം കൂടി മനസ്സിലാക്കാം. അപ്പൊ ദിവ്യ എസ് നായർ അയ്യർ നായർ മാറിപ്പോയില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പോ ഈ പുസ്തകം, ആ പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജിഹാദ് എന്താന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ച് പിന്നെ അതിന്റെ മോൾക്ക് മുസ്തഫ മൗലവിന്റെ പരിഭാഷ അല്ലെങ്കിൽ വ്യാഖ്യാനവും വായിച്ചിട്ടാണ് ഇവർ ഈ പ്രസംഗിച്ചതെന്നാണ് കേട്ടോ പറഞ്ഞത്. കേട്ടോളി ഞാൻ പുസ്തകം. ഖുർആൻ വായിച്ചു തുടങ്ങും മുമ്പ് ഒരുപക്ഷെ ഇസ്ലാം മതത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി വായിച്ച പുസ്തകം ലെസ്ലി ഹേസിൽട്ടന്റെ ദ ഫസ്റ്റ് മുസ്ലിം എന്നുള്ള ഒരു പുസ്തകമായിരുന്നു. പ്രവാചകന്റെ ജീവചരിത്രവും ഒപ്പം ഖുറാനിലെ സന്ദേശങ്ങളും ഒക്കെ ചാലിച്ചെടുത്ത ഒരു പുസ്തകമാണ് ദ ഫസ്റ്റ് മുസ്ലിം എന്നുള്ളത്. അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ചാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ദ ഫസ്റ്റ് മുസ്ലിം എന്ന് പറയുന്ന ഈ പുസ്തകം അതാണ് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പൊ ആ പുസ്തകത്തിൽ നിന്നാണ് ജിഹാദ് എന്താണെന്ന് പഠിക്കാനും മനസ്സിലാക്കാനുള്ള പ്രചോദനം ഉണ്ടായത്. അതെന്താണ് എന്നുകൂടി നോക്കാം. അതിൽ അവർ പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്, ഭാഷയുടെ സവിശേഷതയെക്കുറിച്ചാണ്. അറബിക് ഭാഷയുടെ സവിശേഷതയെക്കുറിച്ചാണ് അവരതിൽ പറയുന്നത്. Arabic is a subtle and sinuous language. Like all Semitic languages, it plays on words, taking a 3-consonant root and building on it to create what sometimes seems an infinite number of meanings. Even the same exact word can have different connotations depending on the context. ഒരു വാക്കിന് തന്നെ പല സന്ദർഭങ്ങളിൽ പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളും ഉണ്ടാകുന്ന ഒരു ഭാഷയാണ് അറബിക് എന്നുള്ളത്. ഒരു IAS അടുത്ത് പറയുന്നതെന്ന് ആലോചിക്കണം. അറബി ഭാഷയ്ക്ക് മാത്രമുള്ള എന്തോ മഹാപ്രത്യേകതയാണ് പോലും കോണ്ടെക്സ്റ്റിനനുസരിച്ച് ചില വാക്കുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ടാവുക, വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുക.
എല്ലാ ഭാഷയിലുള്ള ഒരു പ്രതിഭാസം, എല്ലാ ഭാഷയിലും സാഹിത്യത്തിലും നിരന്തരമായിട്ട് നമ്മൾ കാണുന്നതും വായിക്കുന്നതും ഒരു വാക്ക് വായിച്ച് പല അർത്ഥങ്ങൾ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതുമായിട്ടുള്ള നമ്മളെക്കാളൊക്കെ പഠിപ്പും വിവരവും മത്സര പരീക്ഷകളും ഭാഷയും ഒക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു IAS കാരി അറബി ഭാഷയ്ക്ക് മാത്രം എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് ആരോ എഴുതിയപ്പം അത് മനസ്സിലാക്കി അതിൽ അത്ഭുതപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ശരി, അവരുടെ അത്ഭുതം, അവരുടെ പുസ്തകം നമ്മൾ വെറുതെ വിട്ടു. ഇതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്ന വാക്കാണ് ജിഹാദ്. അതായത് പല ഭാഷകൾക്ക് അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള അറബി ഭാഷയുടെ പ്രത്യേകത ഒരു ഭാഷയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഒരു വാക്കിന് തന്നെ പല സന്ദർഭത്തിൽ പലതരം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും സാധ്യമാണ് എന്നത് അറബിയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ജിഹാദാണ്. അതിലവർ പറയുന്ന ഉദാഹരണം അത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് അതിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അതിലവർ പറയുന്ന ഉദാഹരണം, പെർഹാപ്സ് ദ ബെസ്റ്റ് നോൺ എക്സാമ്പിൾ ഇസ് ജിഹാദ്. Jihad means struggle, which can either be the inner striving to live an Islamic life and attain a higher level of spiritual ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇനി പറയുന്ന ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. consciousness, or the external armed confrontation as perpetrated by the enemies of Islam. ജിഹാദ് എന്നുള്ള ഒരു വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അപ്പൊ ജിഹാദ് എന്ന വാക്കിന് ഇവർ വായിച്ച വാക്കുകൾ കൊണ്ട് തന്നെയും രണ്ടർത്ഥങ്ങൾ അവിടെ വന്നു. ഈ പുസ്തകം വായിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ജിഹാദിന്റെ അർത്ഥം എന്താണെന്ന് ഇവർ പഠിക്കാൻ പ്രചോദനം ഉണ്ടായതെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അവർ പഠിച്ചതാണ് ഇപ്പൊ അവർ വിശദീകരിച്ചത്. അതുപോട്ടെ, ഇവർ വായിച്ച ഭാഗവും ഈ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുള്ള ഭാഗവും നമുക്ക് നോക്കണം. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കൃത്രിമം ഇവർ നടത്തിയിട്ടുണ്ട്. ഇനി ഇവർ നടത്തിയ കൃത്രിമം നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ പോലും ഇവർ വായിച്ചെടുത്ത് ജിഹാദിന് രണ്ടർത്ഥവും വന്നു. എക്സ്റ്റേണൽ ആയിട്ടുള്ള ആംഡ് കോൺഫ്ലിക്റ്റും ജിഹാദാണ്. ഇനി ഇവർ എന്താണ് തിരുമറി നടത്തിയത് അത് നമുക്ക് നോക്കാം. ഇവിടെ പിന്നീട് ഇവർ വിശദീകരിച്ചത് മുഴുവൻ, പിന്നീട് അവർ പഠിച്ചു പോയിട്ട് മനസ്സിലാക്കിയത് മുഴുവൻ ആന്തരികമായിട്ടുള്ള സ്വന്തം ദേഹേച്ഛകളോടുള്ള ആത്മസംസ്കരണത്തിന്റേതായിട്ടുള്ള ജിഹാദ് മാത്രമാണ് പിന്നെ ഇവർ വിശദീകരിച്ചത്. ഈ ആംഡ് കോൺഫ്ലിക്റ്റ് ഇവർ മറച്ചു വെച്ചു. അതുപോട്ടെ, ഇനി ഇവരിവിടെ കാണിക്കുന്ന ഭാഷാപരമായിട്ടുള്ള ഒരു കൃത്രിമം എന്താണ് എന്ന് നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കാം. ആ വാക്കൊന്നുകൂടി കേട്ടോളൂ. അവര് പറയുന്നതും ഈ പുസ്തകത്തിന്റെ ആ ഭാഗം ഞാൻ അതിൽ സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കും വേണം. ഇവർ പറയുന്നത് ആ ഭാഗവും അതേപോലെ തന്നെ ഇവർ വായിക്കുന്ന ഭാഗവും പുസ്തകത്തിലുള്ള ഒറിജിനൽ ടെക്സ്റ്റും തമ്മിൽ നിങ്ങളൊന്ന് ഒത്തു നോക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് പറയും. ഇസ്ലാമിക് ലൈഫ് ആൻഡ് അറ്റൈൻ എ ഹയർ ലെവൽ ഓഫ് സ്പിരിച്വൽ കോൺഷ്യസ്നസ് ഓർ ദി എക്സ്റ്റേണൽ ആംഡ് കോൺഫ്രണ്ടേഷൻ ആസ് പെർപെട്രേറ്റഡ് ബൈ ദി എനിമീസ് ഓഫ് ഇസ്ലാം എന്ന് പുസ്തകത്തിൽ എഴുതിയതിനെ വളരെ കൃത്യമായി അട്ടിമറിച്ചുകൊണ്ടാണ് ഇവർ ഈ വാക്ക് പോലും വായിക്കുന്നത്. പുസ്തകത്തിലുള്ള എന്താ? ഇസ്ലാമിക പക്ഷം ശത്രുക്കളായി കാണുന്ന ആളുകൾക്കെതിരെ നടത്തുന്ന സായുധമായിട്ടുള്ള അക്രമം, വിപ്ലവം എന്നതിനെ ശത്രുക്കൾ പ്രശ്നമുണ്ടാക്കി വരുമ്പോ അതിനെ നേരിടുന്ന സായുധ വിപ്ലവം എന്നിവർ നൈസായിട്ട് അവിടെ വാക്കുകൾ തന്നെ മാറ്റി വായിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പുസ്തകത്തെ ഉദ്ധരിക്കുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ചത് മുഴുവൻ വായിച്ചിട്ട് ഒരു വാചകത്തിന്റെ അർത്ഥം മാത്രം ഇങ്ങനെ കൃത്രിമം കാണിക്കുന്നതിന്റെ ആവശ്യം എന്താണ് ദിവ്യക്ക്? ഇവിടെയാണ് പലരും പറയുന്നത് പോലെ രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന കൃത്രിമമാണ്. ഇവർക്കറിയാം ഇവർ പറയാൻ പോകുന്നത് നുണയാണ്, തെറ്റിച്ചാണ് പറയും. മീൻസ് ഇത് പിന്നെ അർത്ഥം മാറ്റിയാണ് വായിക്കുന്നത് പോലും മീൻസ് അർത്ഥം മാറ്റി വായിക്കുക, വാക്ക് മാറ്റി വായിച്ച ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും ഈ ഭാഗം അവിടെ ഉണ്ട്. ജിഹാദിന് ഇങ്ങനെ അർത്ഥം രണ്ടെണ്ണം ഉണ്ട്. അത് ആംഡ് സ്ട്രഗിളും ഉണ്ട്, അതേപോലെ തന്നെ ആന്തരികമായിട്ടുള്ള ദേഹേച്ഛകളോടുള്ള ഫൈറ്റും ഉണ്ട്. ഇനി ഈ ദേഹേച്ഛകളോടുള്ള ഫൈറ്റ് പോലും എന്തിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്? ഈ സായുധ വിപ്ലവത്തിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ നടത്തുന്ന സ്ട്രഗിളാണ്. അത് വേറെ വിശദീകരിക്കുന്നുണ്ട്, അതിലേക്ക് പോവാം. ഇനി നമുക്ക് ദിവ്യ പറഞ്ഞ ഈ വാക്കാണോ യഥാർത്ഥത്തിൽ ജിഹാദിന്റെ അർത്ഥം? അത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഇത്തവണ നമുക്ക് അക്ബർ സാഹിബ് ഇതിന്റെ വേറെ ഒരു വേർഷൻ ഉരുളൽ, എന്നാൽ സത്യത്തിന്റെ ഒരു അംശം അവിടെ എവിടെയെങ്കിലും തോണ്ടി വെച്ച് പോകണം എന്ന മതപരമായ ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് അദ്ദേഹം അതിന്റെ മുകളിൽ ഈ സായുധ വിപ്ലവത്തെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് കാണാം. പത്രത്തിലൂടെ കണ്ട് അറിവുള്ളതുകൊണ്ട് ഒരു കണ്ടുപരിചയമുള്ള വാക്കാണ് ജിഹാദ് എന്നുള്ളത്. അപ്പൊ അതെന്താണെന്നൊന്ന് വ്യക്തമാക്കാമോ? പത്രത്തിലൂടെ കണ്ട ജിഹാദ് എന്താണെന്ന് വ്യക്തമാക്കണം. പത്രത്തിലൂടെ കണ്ട ജിഹാദ് എന്ന് പറഞ്ഞാൽ കൊല്ലലും കൊലവിളിയും ബോംബ് വെക്കലും RDX-ഉം
പിന്നെ തീവ്രവാദവും ഭീകരവാദവും അല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന ജിഹാദ് ഇതൊന്നുമല്ല. ഇസ്ലാം പറയുന്ന ജിഹാദ് എന്നത് വളരെ കൃത്യമായ, വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള ചില കൃത്യമായ കാര്യങ്ങളാണ്. അപ്പം പത്രത്തിൽ കാണുന്ന ബോംബ് വെക്കലും, തോക്കെടുത്ത് വെടിവെക്കലും, ആളെ കൊല്ലലും, പൊട്ടിത്തെറിക്കലും, നുഴഞ്ഞു കയറലും അതൊന്നുമല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കുന്ന ചില പദ്ധതികളാണ്. അതെന്താണ് വിശദീകരിച്ചു? ഖുർആനിൽ ജിഹാദ് എന്ന പദം പ്രയോഗിക്കപ്പെട്ട ഒരുപാട് അവസരങ്ങളുണ്ട്. ജിഹാദ് എന്നതും പിന്നെ യുദ്ധത്തിന് അറബിയിൽ പറയുന്നത് ഖിത്താൽ എന്ന്. ഖിത്താൽ, ജിഹാദ് എന്ന അറബി പദത്തിന്റെ അർത്ഥം പരമാവധി പരിശ്രമിക്കുക ഒരു കാര്യം നേടുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. നമ്മൾ ത്യാഗ പരിശ്രമം എന്ന് പറയില്ല മലയാളത്തിൽ. അതാണ് ജിഹാദ് എന്ന പദത്തിന് നേർക്കുനേരുള്ള അർത്ഥം. അതെ, ഇവിടെ ദിവ്യ പറഞ്ഞ വേറൊരു അർത്ഥം വേറൊരു രീതിയിൽ പറയാണ്. എന്താണ്? ത്യാഗ പരിശ്രമമാണ്. ഖിത്താൽ എന്നാണ് സായുധ വിപ്ലവത്തിന് പറയാം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗ പരിശ്രമമാണ്. വിശദീകരിച്ച് അവിടെ പോകുന്ന നോക്കാം. ഒരാൾ മുസ്ലിം ആകുമ്പോ അയാൾ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾ പ്രകാരമുള്ള ജീവിതം. ഇന്നലെ വരെ എന്താണ് സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമങ്ങൾ എന്നറിയാതെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾക്ക് ഇന്നലെ വരെ അയാൾ ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സ്, അയാളുടെ തൃഷ്ണ അത് ആസ്വദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം. മദ്യമാണെങ്കിലും, മദിരാക്ഷിയാണെങ്കിലും, ലോട്ടറി ആണെങ്കിലും, പലിശയാണെങ്കിലും, അല്ലെങ്കിൽ സ്ത്രീകളുടെ സൗന്ദര്യാസ്വാദനമാണെങ്കിലും, ഇതൊന്നും ഇതിനോടെല്ലാം തന്നെ സ്വാഭാവികമായും മനസ്സാഗ്രഹിക്കുമ്പോഴും അത് പിടിച്ചു നിർത്തുവാൻ അവന് കഴിയണം. സ്വന്തത്തോടുള്ള ത്യാഗപരിശ്രമം ജിഹാദ് എന്നാണ് അവന് പറയുന്നത്. ഒരു മുസ്ലിം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അക്ബർ സാഹിബ് കുറച്ചുകൂടി ലളിതമായിട്ട് കണ്ടിട്ട് അതിലേക്ക് വരാം സാഹിബേ. അതായത് ഇദ്ദേഹം പറഞ്ഞത് ഈ സ്വന്തത്തോടുള്ള ത്യാഗ പരിശ്രമം, അതിന്റെ ചില വിശദീകരണങ്ങളാണ്. ഇന്നലെ വരെ ചെയ്തതൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിക്കൂലേ, ആ കൺട്രോൾ ചെയ്ത് പിടിക്കലിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. പറയുന്നത് ഒരു ഉദാഹരണം പറയാം, ഒരു തമാശ കൂടെ ഇതിലൂടെ ആഡ് ചെയ്ത് വിടാം. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമായ, അല്ലെങ്കിൽ മനസ്സിൽ ഒരു തിന്മ വിചാരം വന്നാൽ ഉടനെ തന്നെ കണ്ണ് താഴ്ത്തണം എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. ത്യാഗമാണ്. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത്? ഇത് കേട്ടപ്പോ എനിക്കൊരു ഹദീസാണ് ഓർമ്മ വന്നത്. നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വന്നത്? നിങ്ങളിപ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു അന്യ സ്ത്രീയെ കണ്ടു, നിങ്ങൾക്ക് തെറ്റായ ചിന്ത ഉണ്ടായി, അപ്പോൾ നിങ്ങൾ കണ്ണ് താത്തണം എന്നാണ് നബി പറഞ്ഞതെന്നാണ്. അപ്പൊ അത് വലിയ ത്യാഗമാണ്, അതൊക്കെ ജിഹാദാണ്. അതായത് അന്യ സ്ത്രീയെ ദുരുദ്ദേശത്തോടു കൂടി നോക്കാതിരിക്കൽ പോലും ജിഹാദാണ്. ഓ, എത്ര മഹത്തരമായ ജിഹാദ്! പക്ഷെ ഇത് പറഞ്ഞെന്ന മുഹമ്മദ് നബിക്ക് പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. ഒരു ദിവസം അങ്ങാടിയിലൂടെ പോകുമ്പോ ഒരു സ്ത്രീയെ കണ്ടു. മുഹമ്മദ് നബിക്ക് എന്തോ പോലായി. മുഹമ്മദ് നബി വീട്ടിലേക്ക് തിരിഞ്ഞോടി. വീട്ടിലേക്ക് ഓടിപ്പോയി പുറത്ത് തുകൽ പാത്രം കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സൈനബിനെ വിളിച്ചുകൊണ്ട് വീടിനകത്തോട്ട് പോയി എന്നാണ്. എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ റോട്ടുമ്പോൾ ഇറങ്ങി നടക്കുമ്പോൾ വല്ല പെണ്ണുങ്ങളെയും കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നിയാൽ അപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക എന്നാണ് പറഞ്ഞത്. കണ്ണു താത്തുക എന്നല്ല. അപ്പൊ അത് പോട്ടെ, അതിന്റെ ഇടയിൽ വലിയ കാര്യമല്ല. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സാഹിബ് തമാശ പറഞ്ഞു, ഞാൻ നിങ്ങൾ കേൾപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായി ഈ സത്യം ഞാൻ നേരത്തെ പിന്നെ എന്റെ സുഹൃത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും ജിഹാദാണ്. ഖുർആനിൽ പറയുന്നു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നോട്ട് ദ പോയിന്റ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും ജിഹാദാണ് കേട്ടോ. എന്നിട്ട് ജാഹിദുഹും ബിഹി 25-ാമത്തെ അധ്യായം 52-ാമത്തെ വചനമാണ്. ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്ത് താഹില 52-ാമത്തെ വചനം. എന്താ? നിങ്ങൾ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് ചെയ്യുക. ഖുർആനില് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടാണ്. ഖുർആൻ നിങ്ങൾക്കറിയാം ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് എന്താ, അത് എറിഞ്ഞാൽ പൊട്ടൂല, അല്ലെ? എവിടെയെങ്കിലും വെച്ചാൽ പൊട്ടിത്തെറിക്കൊന്നുമില്ല. എന്താ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? അതൊരു ആശയ പ്രചാരണമാണ്. നമുക്കറിയാം, പൊട്ടിത്തെറിക്കാവുന്ന പരുവത്തിലേക്ക് ആളുകളുടെ മനസ്സിനെ പരുവപ്പെടുത്തുകയാണ് ആ ഖുർആൻ ഉപയോഗിച്ച് ചെയ്യാട്ടോ. അതിലേക്ക് വരാം. ഈ ജിഹാദിനെ പഠിപ്പിക്കുന്നവർ നിരന്തരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജാഹിദുഹും ബിഹി ജിഹാദുൻ കബീറ എന്ന് പറയുന്ന ഖുർആൻ വചനം. വാസ്തവത്തിൽ ഇത് മക്കയിൽ അവതരിച്ചതാണ്. ആ മക്കയിൽ അവതരിപ്പിച്ച വചനത്തിൽ പറയുന്നത് പോലെ മക്കയിലെ ഒരു 4-5 സ്ഥലത്ത് ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയൊക്കെ ഈ തരം ജിഹാദുകളാ പറയുന്നത്. മക്കയിൽ മുഹമ്മദ് നബി ഇങ്ങനത്തെ ജിഹാദാ പറഞ്ഞത്. നാക്കുകൊണ്ടുള്ള ജിഹാദ്, ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്.
അന്ന് വാളുകൊണ്ടുള്ള ജിഹാദിന് പാങ്ങായിട്ടില്ല. നിങ്ങൾ ശക്തി ആർജിച്ചിട്ടില്ല, നിങ്ങൾക്ക് അതിനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കെൽപ്പുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഒരു ഭാഗത്ത് നോക്കി കെൽപ്പ് നമ്മളുടെ എബിലിറ്റിന്നും നമ്മളുടെ എന്താ പറയാ സന്നാഹം, നമ്മുടെ ശക്തി, അത് വേറൊരു ഭാഗത്ത് പരാമർശിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ശക്തി ഇല്ലാത്ത കാലത്ത് ഖുർആനുണ്ട്, ജിഹാദ് ചെയ്യാൻ നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ജിഹാദ് ഉണ്ടോ? ഇല്ല. ആ ജിഹാദ് ഈ പറഞ്ഞതുപോലെ ഈ ആശയപ്രചാരണമാണ്, ആയിക്കോട്ടെ. അതാണോ ജിഹാദ്? അത് മാത്രമാണോ ജിഹാദ്? നമുക്ക് കേൾക്കാം. ഈ ആദർശ പ്രബോധനം ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോ ആ രാഷ്ട്രത്തിന്റെ ദൗത്യമാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത്. ഒരു ഇസ്ലാമികമായ സംവിധാനമുള്ള രാജ്യം ഉണ്ടായിരുന്നില്ല. ആ രാജ്യത്തിന്റെ ദൗത്യമാണ് ഈ സന്ദേശം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഈ സന്ദേശ പ്രചാരണം തടസ്സപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ദീൻ പഠിച്ചവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഒരു ദീനി ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് അതില്ലാത്ത സ്ഥലത്തേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത്. ആ പ്രചാരണത്തിന് തടസ്സമായാൽ, അപ്പൊ അക്ബർ സാഹിബിന് അക്കിടി മനസ്സിലായി. അക്ബർ സാഹിബ് അപ്പൊ തന്നെ പറഞ്ഞു, ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, കേട്ടോ, മുസ്ലിമായി ഒരു സ്ഥലത്ത് മുസ്ലിമായി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാന്ന് വിചാരിക്കും ആളുകൾ, ആ ഒരു ന്യൂനപക്ഷം. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ് ആ ആളുകളുടെ ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നത്. അത്തരം ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് താൻ. അതിനെ ഖിതാൽ എന്നാ പറയാ, പക്ഷെ ആ ഖിതാലും ജിഹാദിന്റെ ഭാഗമാണ്. കുറച്ച് പൊടിഞ്ഞാണ് പറഞ്ഞെങ്കിലും സംഗതി തുണി അഴിഞ്ഞുപോയി, ഉടുമുണ്ട് അഴിഞ്ഞുപോയി. അക്ബർ സാഹിബ് ഇപ്പൊ പറഞ്ഞത്, അക്ബർ സാഹിബ് ഇപ്പൊ പറഞ്ഞ ഈ ഭാഗം തന്നെ ഒന്ന് സൂക്ഷ്മമായിട്ട് വിശദീകരിച്ചാൽ അല്ലെങ്കിൽ പരിശോധിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ജിഹാദ് എന്ന്. അതിന് ഖിതാൽ എന്നാണ് പറയാ, അതും ജിഹാദ് തന്നെയാണ്. അപ്പൊ ഖിതാലും എന്ത് തന്നെയാണ്? ജിഹാദ് തന്നെയാണ്. വാളെടുത്ത് ആളെ കൊല്ലാൻ ഇറങ്ങൽ എന്താണെന്നാണ് പറഞ്ഞത്? ജിഹാദ് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ അതിന്റെ കാരണം ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പൊ ജിഹാദിന് ഇറങ്ങൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇസ്ലാമിക ഭരണകൂടങ്ങൾ, പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങളുടെയും കാരണമാണ്, ബാധ്യതയാണ്. ഇനി ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ മറ്റൊരു ബാധ്യത എന്താണ്? ഇസ്ലാം എത്തിയിട്ടില്ലാത്ത, ഇസ്ലാമിന് കീഴൊതുങ്ങിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലേക്ക് ഇസ്ലാം എത്തിക്കുകയും അത് ഇസ്ലാമികമാക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തം ആരുടെ ഉത്തരവാദിത്തമാണ്? ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടുകൂടി ചേർത്ത് വെച്ചാൽ ജിഹാദ് എന്താണെന്ന് അക്ബർ സാഹിബ് ഇങ്ങനെ പൊതിഞ്ഞു പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടി പുറത്തിയാടുന്നത് പോലത്തെ ഒരു കഥയാണ്. പണ്ട് നമ്മൾ ഈ ത്രികോണാകൃതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കപ്പലണ്ടി പൊതിയുന്നത് പോലെ പേപ്പർ കോണ് പോലെ ആക്കിയിട്ട് അതിൽ പഞ്ചസാര പൊതിഞ്ഞിരുന്നു. ലാസ്റ്റ് പഞ്ചസാര പൊതിഞ്ഞതിന്റെ അടിയിൽ കൂടി കുറച്ച് പോകും എന്നതുപോലത്തെ ഒരു ഏർപ്പാടായിപ്പോയി ഇപ്പൊ അക്ബർ സാഹിബ് ചെയ്തത്. എന്തായാലും നിൽക്കട്ടെ, ബാക്കി. അതാരാ ചെയ്യേണ്ടത്? ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണ്. അതെന്തിനാ ചെയ്യേണ്ടത്? ആദർശ പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുമ്പോഴാണ്, ആദർശമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുമ്പോഴാണ്. ഇന്ന് സകല ഭീകരവാദികളും ഞങ്ങൾ ജിഹാദികളാണ് എന്ന് പറയുകയും അവര് ഉണ്ടാക്കുന്ന എല്ലാ തോന്നിവാസവും ജിഹാദിന്റെ കണക്കിൽ വരവെക്കപ്പെടുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇതൊന്നും ജിഹാദല്ല. ഇസ്ലാമിലെ ജിഹാദ് അത് ഈ ഒരു സമരം ജിഹാദായി തീരണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ നിബന്ധന തന്നെ അതൊരു രാഷ്ട്ര സംവിധാനത്തിന്, നിയതമായ ഒരു സംവിധാനത്തിന് കീഴിലുള്ളതാണ്. നിയതമായ ഒരു സംവിധാനത്തിന് കീഴിൽ ഇപ്പോ ആർക്കും ഏതൊരു ഗറില്ല ഗ്രൂപ്പിനും, ഇപ്പൊ ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നിട്ട് ജിഹാദ് വിളിക്കുക, ഇല്ല, ഇസ്ലാമിൽ അതില്ല. രാഷ്ട്ര സംവിധാനം, ആ രാഷ്ട്രത്തിന്റെ നേതൃത്വം, ആ നേതൃത്വമാണ് ജിഹാദിനെ ആഹ്വാനം ചെയ്യേണ്ടത്. അപ്പൊ രാഷ്ട്രമാണ് ജിഹാദിന് ആഹ്വാനം ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ രാഷ്ട്രമാണ് ജിഹാദിന് ആഹ്വാനം ചെയ്യേണ്ടതെന്ന് ഒരു നിബന്ധനയും ഇസ്ലാമിൽ ഇല്ല. ഒരു നിബന്ധനയും ഇസ്ലാമിൽ ഇല്ല. പിന്നെ എന്താണുള്ളത്? അമീറാണ് ആഹ്വാനം ചെയ്യേണ്ടത് എന്നുണ്ട്. ആരാ അമീർ? നേതാവ്. ഒരു നേതാവ് തന്നെയാണ് ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ആ നിബന്ധന പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പലയിടത്തേക്കും ഹിജ്റ പോകുന്നത്. ഇപ്പൊ നമ്മൾ പണ്ട് സിമി ക്യാമ്പ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു മരം പ്രദേശത്ത് ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു ദ്വീപ്, തുരുത്ത്, അവിടെ പോയിട്ട് അവിടത്തേക്ക് ഹിജ്റ പോയിട്ട് അവിടെ ജിഹാദിനായി ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളെല്ലാവരും ഒത്തൊരുമിച്ച് അവരിൽ നിന്നൊരു അമീറിനെ നിർണയിച്ച് ആ അമീർ അവിടെ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്തായിട്ട് പ്രഖ്യാപിച്ച് ആ അമീറിന്റെ നേതൃത്വത്തിൽ ജിഹാദ് ചെയ്തൂടെ സാഹിബ് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ചെയ്തൂടെ? ചെയ്യാം. ഇവർ ഈ പറയുന്ന ഷർത്തും ഫർളും നിർണയിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടാണ് ഇന്ന് കാണുന്ന എല്ലാ ജിഹാദി സംഘടനകളും ജിഹാദ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങളുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജിഹാദ് തുടങ്ങിയത് ഏത് രാഷ്ട്രത്തിന്റെ തലവനായിരുന്നുകൊണ്ടാണ്?
ഏത് രാഷ്ട്രത്തിലെ രാജാവായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നടത്തിയിട്ടുള്ള ജിഹാദി പടയോട്ടത്തിൽ ഏത് അധികാരം ഉപയോഗിച്ചിട്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജിഹാദിന് ആഹ്വാനം ചെയ്തത്? അക്ബർ സാഹിബ് മറുപടി പറയാം. ഇവിടെ ആകെ ഇങ്ങനത്തെ നിബന്ധനകളൊന്നുമില്ല. 3 നിബന്ധനകളേ ഉള്ളൂ. ഒന്ന് ദഅവത്ത്, ഇസ്ലാഹിയത്ത്, ദഅവത്ത്, ഹിജറ എന്ന് ചിലർ പറയും. ഹിജറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജിഹാദ്. ഈ 3 ഷർത്തേ ഉള്ളൂ. ആ ഷർത്ത് പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് ISIS ഉൾപ്പെടെയുള്ള സകല ഇസ്ലാമിക ഭീകരവാദികളും ജിഹാദ് നടത്തുന്നത്. അവർ ഇസ്ലാമിക ഷർത്ത് പാലിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നൊന്നും ജിഹാദ് അല്ല എന്ന് അക്ബർ സാഹിബിന് ഖുർആാനോ ഹദീസോ നിങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളോ വെച്ച് പോലും സ്ഥാപിക്കാൻ കഴിയില്ല. അപ്പൊ അത്തരം ഗിമ്മിക്കുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ഇവിടെ നമുക്ക് ജിഹാദ് എന്താണെന്ന് വിശദീകരിക്കാൻ അക്ബർ സാഹിബ് പറഞ്ഞപ്പം ഒരു രാജാവ് ഇസ്ലാമിക പ്രബോധനത്തിന് തടസ്സമാകുന്ന ഘട്ടത്തിലോ അതല്ലെങ്കിൽ ഇസ്ലാമായി അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു വിഭാഗം മനുഷ്യർ നേരിടുമ്പോൾ അവർക്ക് വേണ്ടിയോ സമരത്തിനിറങ്ങണം. അതുമാത്രമാണ് ജിഹാദിന്റെ പരിധിയിൽ വരുന്ന ഖിതാല് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി എന്താണ് ജിഹാദ് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാരിൽ പ്രമുഖനായ പല ഇസ്ലാമിക വിഷയങ്ങൾക്കും ഫത്വ കൊടുക്കുന്ന സൗദി അറേബ്യയിൽ നിന്നുള്ള ഈ സലഫി പണ്ഡിതൻ അസീം അൽ ഹക്കീം എന്ന് പറയുന്ന ഇദ്ദേഹം എന്താണ് ജിഹാദ് എന്ന ചോദ്യത്തിന് മുഹമ്മദ് നബിയുടെ കാലത്തും ഇപ്പോഴുള്ള ജിഹാദിന്റെ വ്യത്യാസം എന്താണെന്നും എന്താണ് ജിഹാദിന്റെ ട്രൂ മീനിങ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനും വിശദമായി മറുപടി പറയുന്ന ഭാഗം കൂടി നമുക്ക് കേൾക്കാം. What is the true meaning of jihad? Can Shaykh please give a specific definition of jihad, and what is the main difference of jihad during the time of Prophet Muhammad sallallahu alaihi wasallam and the jihad in our time? Thank you. This requires a lecture. But in short, jihad linguistically is to struggle, and technically it is to fight for the cause of Allah. സിമ്പിൾ ആണ്. ഇതിനേക്കാളും ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞുതരാം? ദിവ്യാക്കായിട്ട് പഠിക്കാം. ഭാഷാപരമായി സ്ട്രഗിൾ, സാങ്കേതികമായി ഫൈറ്റ്. ഭാഷാപരമായിട്ട് പരിശ്രമിക്കുക എന്നാണ് അർത്ഥം. ടെക്നിക്കലായി സാങ്കേതികമായി വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തന്നെയാണ് അർത്ഥം. അപ്പൊ 2 തരം ജിഹാദ് ഉണ്ട്. ഇനി എന്താണ് സ്ട്രഗിള്, എന്താണ് ഫൈറ്റ്? ഉസ്താദ് വിശദമായിട്ട് പറഞ്ഞാലും കേട്ടിരുന്നോളി. The Prophet said alayhi salatu wasalam to the person who asked him, O Prophet of Allah, a man fights for the booty, for the money. A man fights for fame. A man fights because his kinship were attacked, so he's fighting with them. Who's among them is in jihad for sabilillah? He said, whoever fights so that Allah's word is the highest. So this is jihad, when you fight for the cause of Allah Azza wa Jal. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുക, യുദ്ധം ചെയ്യുക. ആലോചിക്കൂ, മുഹമ്മദ് നബിയോട് ചോദിക്കാണ്, ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയും മറ്റൊരു കൂട്ടം ആളുകൾ യുദ്ധമുതലുകൾക്ക് വേണ്ടിയും ഫൈറ്റ് ചെയ്യുന്നു. ഇതിൽ ആരാണ് ജിഹാദ്? അപ്പൊ യുദ്ധമുതലുകൾക്ക് വേണ്ടിയുള്ള ജിഹാദ് എന്താ? മനസ്സുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കലാണ്, അല്ലല്ലോ. വാളെടുത്ത് പോയി യുദ്ധം പെട്ടൽ തന്നെയല്ലേ? അപ്പൊ ഈ തരം ജിഹാദുകളിൽ ഒരു നിബന്ധന അദ്ദേഹം വെക്കുന്നത്, അത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം, സമ്പത്ത് കൊതിച്ചുകൊണ്ടാകരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ കിട്ടുന്ന സമ്പത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം സമ്പത്താകരുത് എന്നാണ് ഇതിൽ പറയും. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഈ സമ്പത്ത്, അള്ള പറഞ്ഞിട്ടാണ് സമ്പത്ത് പിടിച്ചെടുക്കാൻ പോകുന്നെങ്കിലോ അപ്പൊ അതും ഫീ സബീലിലാണ്. കാരണം അത് അള്ള പറഞ്ഞിട്ടാണ്. ബദർ അതിന് ഉദാഹരണമാണ്. ബദറിലെ സമ്പത്ത് അള്ളയാണ് ഇവരോട് പറയണത്, അത് നിങ്ങൾ പോയി പിടിച്ചോളി, എടുത്തോളി. അപ്പൊ ഇനി ഇത് വിശദീകരിച്ച് പറഞ്ഞുതരും. However, jihad can be categorized in 5 things. Jihad of shaitan, when you struggle, when you fight shaitan, this is jihad. Jihad of your own soul, and sometimes they're both interlinked. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ചില സമയത്ത് അങ്ങനെയുണ്ട്, ചില സമയത്ത് ഇങ്ങനെയുണ്ട്. ഇതും ജിഹാദ് ഉണ്ട്. ഭാഷാപരമായി ഇതൊക്കെ ജിഹാദിന്റെ പരിധിയിൽ വരും. ഇനിയോ, Then you have jihad of the disbelievers, the kuffar, mushrikeen, enemies of Islam. And then you have the jihad of the hypocrites who are claiming to be Muslims, but they're fighting and undermining Islam. And finally, you have the jihad of the sinners, Muslims, but they're sinners. You have to jihad and strive, not kill them. മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോ പെട്ടെന്ന് പോയിട്ട് കൊല്ലരുത് എന്നാണ്. അപ്പൊ ഇതൊക്കെ ജിഹാദ്. കാഫിറുകൾക്ക്, മുശ്രിക്കുകൾക്ക് എതിരെയുള്ള യുദ്ധം, മുനാഫിക്കുകൾക്കെതിരെയുള്ള പോരാട്ടം, മുസ്ലിങ്ങളിൽ തന്നെ ഇത്തരത്തിൽ അക്രമം പ്രവർത്തിക്കുന്നവർക്കെതിരെയുള്ള യുദ്ധം. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ നേരിട്ട് കയറി കൊല്ലാൻ പാടില്ല. See, jihad is not only killing. It can be done by words. Allah Azza wa Jal says about the Quran, and wajahidhum bihi. And you have to have jihad with the Quran. And the Prophet ﷺ used to encourage jihad by words, like Hassan ibn Thabit.
He was the poet of the Prophet ﷺ, and he used to criticize the mushrikeen with poems. And it was much more harder on them than swords. Because people would circulate, oh, they said so-and-so about your family. അപ്പൊ മുഹമ്മദ് നബി നാക്കുകൊണ്ടുള്ള ജിഹാദ്, തെറിവിളിയൊക്കെ അതിൽ വരും കേട്ടോ. തെറിവിളി, ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക. ഹസാൻ ബിൻ സാബിത്ത് എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം മുഹമ്മദിന് വേണ്ടി തെറിക്കവിതകൾ, ആളുകളെ ചീത്ത വിളിക്കാനും ആളുകളെ മോശപ്പെടുത്തിയിട്ട് കവിത പറയാനും കൂടെ നടന്നിരുന്ന ആളാണ്. ഈ ഹസാൻ ബിൻ സാബിത്തിനാണ് മാരിയയുടെ കൂടെ കിട്ടിയ പിന്നെ അടിമ സ്ത്രീയെ മുഹമ്മദ് സമ്മാനം കൊടുത്തത്. കൂടെ കിട്ടിയ മാരിയത്തുൽ ഖിബ്തിയുടെ കൂടെ കിട്ടിയ സ്ത്രീയെ സമ്മാനമായിട്ട് ഇയാൾക്ക് കൊടുത്തു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഇവിടെ നാക്കുകൊണ്ടും ജിഹാദ് നടക്കും, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക. ഇന്ന് രാവിലെ ഒരാളെ എന്നെ വിളിച്ചിട്ട് എന്റെ കാല് വെട്ടും എന്നാ പറഞ്ഞത്. അത് ഇന്ന് എന്നെ തെരഞ്ഞ മണ്ണാർക്കാട് നിൽക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ആ ഓടിയോ ഞാൻ നാളെ പുറത്തു വിടുന്നുണ്ട്. അപ്പൊ കയ്യോ കാലോ വെട്ടുക, തരം കിട്ടിയാല്, അപ്പൊ ഞാൻ അതിനോട് നേരിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ച്, അതിനെ നേരിടാമെന്ന് തീരുമാനിച്ച് തന്നെ സംസാരിച്ചപ്പോ പിന്നെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ ഹസാൻ ബിൻ സാബിത്തിന്റെ മെത്തേഡിലുള്ള അബൂബക്കർ സിദ്ദീഖ് ഉറുവയോട് പറഞ്ഞ പ്രകാരമുള്ള തെറി, അസഭ്യം വർഷം തുടങ്ങി. അതായത് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വിളിച്ചിട്ട് നമ്മൾ പേടിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ തെറി വിളിക്കുക. അതും എന്താണ്? ജിഹാദാണ്. അത് ചെയ്യുന്നവന്റെ പേരെന്താണ്? ജിഹാദിയാണ്. അത് ചെയ്യുന്നവനാരോ ആരാണ് ജിഹാദി. So these are 5 types of jihad that we make, and the jihad technically is divided into 2 types. In Arabic they call jihadud dafa' and the second is jihadut talab. Jihadud dafa' is what everyone agrees upon, which is the jihad based on defense. ഇനി ശ്രദ്ധിച്ചു കേട്ടോളി, ഇനിയാണ് ശരിക്കുള്ള ജിഹാദ്. ഇവിടെ ശ്രദ്ധിക്കണ്ടല്ലോ അല്ലെ? 2 തരത്തിലുള്ള ജിഹാദാണ് ടെക്നിക്കലി, സാങ്കേതികമായിട്ടുള്ളത്. ഒന്ന് ഡിഫെൻസീവ് ആയിട്ടുള്ള ജിഹാദ്, മറ്റൊന്ന് ഒഫെൻസീവ് ആയിട്ടുള്ള ജിഹാദ്. ഡിഫെൻസീവ് ആയിട്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇതെല്ലാരും പറയും. ഇതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. എല്ലാവരും അംഗീകരിക്കും, എല്ലാവരും ഒരുമിച്ച് പറയും, സമ്മതിക്കും ചെയ്യുന്ന കാര്യമാണ് ഡിഫെൻസീവ് ആയിട്ടുള്ള ജിഹാദ്. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കുക. ഈ കമന്റിൽ നേരത്തെ ആരും എഴുതി കണ്ടു, വാളെടുത്ത് യുദ്ധം വെട്ടാൻ വരുന്നവരോടുള്ള പ്രതികരണമാണ് ജിഹാദ്. അത് പ്രതിരോധത്തിന്റെ ജിഹാദ്. അതെല്ലാവരും സമ്മതിക്കും. പക്ഷെ ഒട്ടുമിക്ക ആളുകളും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ജിഹാദ് ഉണ്ട്. അത് ഒഫെൻസീവ് ആയിട്ടുള്ള ജിഹാദാണ്, പുറകെ കൂടി ആക്രമിക്കുന്ന ജിഹാദാണ്. ആ കമന്റ് എഴുതിയ സഹോദരൻ ശ്രദ്ധിച്ചു കേട്ടോ. The other type of jihad is the one that everyone trying to hide, and it's called jihadut talab, and this means that the jihad of pursuing, running after, and this jihad was at the time of the Prophet ﷺ. ഇതാണ് ബാക്കിയുള്ളവരൊക്കെ പറയാൻ മടിക്കുന്ന ജിഹാദ്. ഉസ്താദിനെ പറയാൻ ഒരു മടിയില്ല. മുഹമ്മദ് നബിയുടെ കാലം മുതലേ ഉള്ള ജിഹാദ് എന്താ? പിന്നാലെ കൂടി ആക്രമിക്കുക, ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ പോയി കൊള്ള ചെയ്ത് അവരെ ബലപ്രയോഗത്തിലൂടെ ഇസ്ലാമിന് കീഴ്പ്പെടുത്തുക, അടിമകളാക്കി പിടിക്കുക, സ്വതന്ത്രമായി ജീവിക്കുന്ന ജനസമൂഹങ്ങളെ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിലേക്ക് നിർബന്ധിച്ച് ചേർക്കാൻ വേണ്ടി വാളെടുത്തിറങ്ങി പുറപ്പെടുകയും ഭീഷണി കത്തുകൾ എഴുതുകയും ചെയ്യുക. അങ്ങോട്ട് കയറി പുറകെ കൂടിയിട്ടുള്ള ജിഹാദ്. ഇത് മുഹമ്മദ് നബിയുടെ കാലം മുതലേ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ. ഇനി അതെന്താണ്, എങ്ങനെയാണ്? ഉസ്താദ് കുറച്ചുകൂടി വിശദീകരിച്ചു കേട്ടോളി. But this jihad cannot be accomplished, cannot take place unless the state of the Muslims is strong. If you don't have a strong Muslim country, who can they pursue or attack? No, stay where you are. Just try to fix yourself, enrich your people with Islamic knowledge and iman, then you can go. അപ്പൊ ആകെയുള്ള തടസ്സം ശക്തമായിട്ടുള്ള ഒരു ഇസ്ലാമിക സംവിധാനമോ നേതൃത്വമോ രാജ്യമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അതില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ശക്തി ആർജിക്കുക, ഈമാൻ ആർജിക്കുക, ഇസ്ലാമികമായ ഒരു സംഘടിത ശക്തിയായിട്ട് വളരുക. പച്ചക്ക് പറയുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ പോയിക്കോളിന്ന. നിങ്ങൾ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചു കേട്ടോ. And what is the reason behind such jihad? Number 1, to call them to Islam. It's for da'wah. The jihad is only for da'wah. That is why when Muslims go and conquer the adjacent country, what do? We kill them all? No. The Prophet says, the first thing you do is call them to Islam. If they accept it, leave them. Khalas, they're Muslims. We go. We don't want your country. We don't want your land. We don't want your wealth. എത്ര ലളിതം അല്ലേ? എത്ര ലളിതം, സുന്ദരം. അപ്പൊ ഇതിന്റെ റീസൺ, ജിഹാദിന് ഒരുങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? അവരെ ഇസ്ലാമിലേക്ക് വിളിക്കുക. നിങ്ങൾ വരി, നിങ്ങൾ മുസ്ലിം ആയിക്കോളി, പോയിക്കോളി, ഒരു കുഴപ്പമില്ല.
അങ്ങനെ ആ ക്ഷണം അവർ സ്വീകരിച്ചു. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഞമ്മക്ക് നിങ്ങളെ മുതലും വേണ്ട, നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വേണ്ട, നിങ്ങളെ സമ്പത്തും വേണ്ട, നിങ്ങളെ ലാൻഡും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചല്ലോ, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളി. അല്ല അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ദഅവത്ത് നടത്തി, ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അതിനെ റിഫ്യൂസ് ചെയ്തു. അപ്പോഴോ? If they refuse, then tell them Allah obliged upon you to pay taxation, jizya. Stay kafir as you wish, no problem. But you have to give us a percentage. And this percentage, by the way, is given once or twice a year, depending on the rules. അതാണ്. ഇനി എങ്ങാനും നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അപ്പൊ അവരോട് പറയണം, നിങ്ങളുടെ മുകളിൽ അള്ളാഹു ഒരു ജിസിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ കീഴടങ്ങുക, ഇസ്ലാമിക ഭരണത്തിന് കീഴൊതുങ്ങുക, നിങ്ങൾ അവിടെ ജീവിച്ചോളി, പക്ഷെ നിങ്ങളൊരു ജിസിയ തരണം എന്നാണ്. ആരോട് പറയുന്നത്? സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ജനസമൂഹത്തോട് ചെന്നിട്ട് ദഅവത്ത് നടത്തുകയും ശക്തി ആർജിച്ചതിന് ശേഷം സംഘടിതമായി ചെന്നിട്ട് ദഅവത്ത് നടത്തിയിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ പറയുക. അതിന് തയ്യാറല്ലെങ്കിൽ കീഴടങ്ങിക്കോ, എന്നിട്ട് ജിസിയ തന്ന് നിങ്ങളുമായി കഴിഞ്ഞോളി എന്ന് പറയാ. എന്നിട്ട് ജിസിയ തന്നാല് You didn't know this, did you? So I'm teaching you new things, mashallah. Sheikh Scholar is a very big scholar. Anyhow. അണ്ട സ്ഥാനം അറിയാം. ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കില്ല. അപ്പൊ അദ്ദേഹം പറയാം, ഇതൊന്നും നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും, ദിവ്യക്കും പുതിയ അറിവായിരിക്കും. അക്ബർ സാഹിബിനെ അറിയാത്തതുകൊണ്ടല്ല, ദിവ്യക്കും അറിയാത്തത് കൊണ്ടല്ല, അറിയാത്തതുകൊണ്ടാണ് ഈ പഠിച്ചോളി, ഇപ്പൊ പഠിച്ചോളി. ജിസിയ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോളി, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, കല്യാണം കഴിക്കാം, കുട്ടികളുണ്ടാവും, സ്കൂളിലേക്ക് പോകാം, ഒന്നും കുഴപ്പമില്ല. So we take jizya, and in return, when enemy comes and attack your country, you don't fight. We Muslims protect you. Subhanallah, for this little money, yes, and you enjoy sitting in your homes and in your country and live your life normally. But the ruling is for Sharia. അങ്ങനെ നിങ്ങൾ ജിസിയ കൊടുക്കാൻ തയ്യാറായാലോ പിന്നെ നിങ്ങൾക്ക് സ്വർഗല്ലേ സ്വർഗം. കാരണം എന്താ? ഇപ്പൊ രാജ്യത്തിന് ആക്രമിക്കാൻ ആരെങ്കിലും വന്നു, നിങ്ങൾ ഒന്നും ചെയ്യണം, നിങ്ങൾ വീട്ടിൽ കുത്തുന്ന TV കണ്ടോളി, ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാന്നാണ്. പക്ഷെ ഒരു കണ്ടീഷൻ, ഭരണം ഞങ്ങൾ വയ്ക്കും. ഏത്? നിങ്ങളെ രാജ്യം ഞങ്ങൾ ഭരിക്കും, ഞങ്ങളെ നിയമം, നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തരിക, എന്നിട്ട് നിങ്ങൾ വീട്ടിലിരുന്നോളി, ഒരു കുഴപ്പമില്ല. അപ്പൊ ആൾക്കാർ അത്ഭുതത്തോട് ചോദിക്കാണ്, ഇത്രയും ചെറിയ ജിസിയ തന്നിട്ട് നിങ്ങൾ ഞങ്ങളെ നാട് ഭരിച്ചു തരുമോ? ഫ്രീ ആയിട്ട് നിങ്ങൾ സംരക്ഷണം ഒരുക്കുവോ? എന്തൊരു വിശാലത! ഇസ്ലാമിന്റെ വിശാലത എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിന് തയ്യാറല്ലെങ്കിലോ? കണ്ടീഷൻ എന്താണ്? ഭരണം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് അവർക്ക് നമ്മൾ ജിസിയ കൊടുക്കണം. അങ്ങനെയാണേ. So you do not open nightclubs, you do not fornicate in the streets, you do not, no, Sharia rules, but you live your life, you marry, you have children, you enjoy your life, but publicly, Islam rules. If they refuse, then we have to fight. അത്ര സിമ്പിൾ. ഇതാണ് ജിഹാദ്. സകല അയ്യന്മാരും ഈശ്വരന്മാരും പഠിച്ചോളി. അങ്ങനെ ജിസിയ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ then we have to fight. ഇതിന് രണ്ടിനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോളി. ഇതാണ് ജിഹാദ്. അപ്പൊ നമ്മൾ നേരെ ചെല്ലുന്നു, ബോട്ട് വിട്ടുതരാൻ പറയുന്നു, ബോട്ട് വിട്ടുതരാൻ തയ്യാറല്ലെങ്കിൽ പടലിക്ക് നോക്കി വെട്ടുന്നു. ഇതാണ് ജിഹാദ്. സിമ്പിൾ. If they refuse, then we have to fight. And if we fight you, then we capture you, you become our slaves, and we take your land, and you take because you refuse, I give you two good options. This is the strength of Islam. But ഇതാണ് ഇസ്ലാമിന്റെ ശക്തി, ഇതാണ് ഇസ്ലാം. കേട്ടോ? അങ്ങനെ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായാൽ ഞങ്ങൾ നിങ്ങളെ പിടികൂടി ബന്ദികളാക്കി അടിമകളാക്കും, നിങ്ങളെ സമ്പത്ത് പിടിച്ചടക്കും, നിങ്ങളെ സ്വത്തുകൾ കൊള്ളയടിക്കും. കാരണം എന്താ? നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തന്നില്ലേ? എന്താ? ഒന്ന് മുസ്ലിം ആയിക്കോ എന്ന് പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ജിസിയ തന്നിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങിക്കോളി, ഞങ്ങൾ ശരീഅത്ത് അനുസരിച്ച് ഭരിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഇത് രണ്ടിനും നിങ്ങൾ തയ്യാറാകാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് യുദ്ധം അല്ലാതെ വേറെ നിർവാഹമില്ല എന്നാണ്. ഇതാണ് ജിഹാദ്. ഇത് പക്ഷെ പല ആൾക്കാരും ഇപ്പൊ പറയുന്നില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. അത് ശരിയാണ്. സ്വന്തമായിട്ട് പറയാൻ ധൈര്യമില്ല, എന്നിട്ട് പുട്ടി അടിച്ചിട്ട് മതിയാവാത്തത് കൊണ്ട് കണ്ട അയ്യരുമാരെയും ഈശ്വരന്മാരെയും ഒക്കെ കൊണ്ടുവന്ന് ഈ ലൈഫായ ഹദീസും പനിച്ച് ഇങ്ങനെ നടക്കുക. ഒന്നേ നിങ്ങൾ ജിഹാദ് സത്യസന്ധമായിട്ട് പറയുക, എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുക. അല്ലാതെ ഇത് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇല്ലാന്നും പറഞ്ഞിട്ട് വെറുതെ പുട്ടി അടിച്ച് ആൾക്കാരുടെ സമയം വെറുതെ മെനക്കെടുത്ത് നമ്മളിപ്പോ എന്തോരം പണിയെടുക്കണം. ഇനി ഇവിടെ ഒരു പ്രശ്നം, ഇപ്പൊ ചില സുന്നി ആൾക്കാർ ചിലപ്പോൾ കമന്റ് ബോക്സിൽ ഉണ്ടാവും. അവർ പറയും ഇതൊക്കെ കണ്ട സലഫികളും മുജാഹിദുകളും പറയണതൊന്നും ഞമ്മക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ മുട്ടി നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോട് പറയാണ്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സുന്നികളുടെ കാലത്തുനിന്ന് കേരളത്തിൽ നിന്ന് ഒരു സാധനം കാണിച്ചു തരാം. ഇത്
വെറുതെ പുസ്തകത്തിലും ഈ ഉസ്താദ് വെറുതെ വ്യാഖ്യാനിച്ചതാണോ എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തരാണ്. ഇത് ഖലീഫ ഉമർ എന്ന, അല്ലെങ്കിൽ ഉമറിന്റെ ചരിത്രം വീരസ്യൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തില് പൂങ്കാവനം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് കേട്ടോ. പൂങ്കാവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, സുന്നികൾക്ക് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ വേറെ പറഞ്ഞു തരുന്നു വേണ്ടല്ലോ. അപ്പൊ പൂങ്കാവനം പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഖലീഫ ഉമർ കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയിട്ട് പൂങ്കാവനം പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സിലുള്ള പൂങ്കാവനം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകം. അതിൽ ഉമറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ കേട്ടോളി. നീതിയുടെ ആൾ രൂപമായിരുന്നു ഖലീഫ ഉമർ. അധികാരത്തിന്റെ ചെങ്കോൽ കയ്യിലിരിക്കുമ്പോഴും നിസ്വനായി ജീവിച്ച ഖലീഫ. പ്രവാചകനെ വധിക്കാൻ വാളുമായി പുറപ്പെട്ട ഖുർആനിന്റെ മാസ്മരികതയിൽ അറിഞ്ഞ് തന്റെ അവിശ്വാസത്തിന്റെ മേലങ്കി ഊരിയെറിഞ്ഞ ഉമർ കിസറ കൈസറുമാരുടെ കൊട്ടാരങ്ങളെ കിടുകിടാ വിറപ്പിച്ച പേർഷ്യൻ റോമാ സാമ്രാജ്യങ്ങൾക്ക് അധിപതിയായിരുന്നപ്പോഴും ജനസേവനത്തിൽ ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാത്യാഗി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ ഖലീഫ ഉമറിന്റെ ഭരണം സ്ഥാപിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ മനസ്സിനെ പോലും കീഴടക്കിയ നീതിയുടെ മഹാഗോപുരം ഉമർ റായുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദർ രചിച്ച ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു ഭാഗം വായിക്കാം. ശക്തനായ ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഇസ്ലാമിക സാമ്രാജ്യമോ ഉണ്ടായാൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ജിഹാദ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് ഖലീഫ ഉമറിന്റെ ചരിത്രത്തിൽ നിന്ന് ഇവിടെ കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതി മർക്കസ് കോംപ്ലക്സിൽ നിന്നും പൂങ്കാവനം പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പേർഷ്യയിലേക്കുള്ള യുദ്ധസന്നാഹങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് അതിന് ആമുഖം ആ ഒരു നമാരിഖയും കസക്കറും എന്ന് പറയുന്ന ഭാഗത്ത് എഴുതിയിരുന്നു. നോക്കൂ, സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞു നിന്ന രാജ്യമായിരുന്നു പേർഷ്യ. സമ്പന്ന രാജ്യമാണ്, വമ്പിച്ച സൈനിക ശക്തിയുമുണ്ട്. ഇന്നത്തെ ഇറാഖും ഇറാനും എല്ലാം ഉൾപ്പെടുന്ന വിശാലമായ രാജ്യം. സമീപ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അധീനതയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. സസാനിയൻ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് പേർഷ്യ ഭരിക്കുന്നത്. അർദഷിർ ബാബക്കാണ് സസാനിയൻ വംശം സ്ഥാപിച്ചത്. ഇസ്ലാം മതം പേർഷ്യയിലേക്ക് കടന്നു വരുന്നത് ലോക ചരിത്രത്തിലെ മഹാസംഭവമാണ്. നീ കേട്ടോട്ടോ, ഇസ്ലാം മനുഷ്യവർഗത്തിനുള്ള മതമാണ്. അതെല്ലാ മനുഷ്യരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഖലീഫ ഉമർ ഫാറൂഖ് ഇസ്ലാം മത പ്രചാരണത്തിന് വിപുലമായ ഏർപ്പാടുകൾ ചെയ്തു. ഇങ്ങനെ ചെയ്ത ഏർപ്പാടിന്റെ ഭാഗമായിട്ട് ഒരു കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന ഭാഗം ഇതേ പുസ്തകത്തിന്റെ 76-ാമത്തെ പേജിൽ 76-ാമത്തെ പേജിൽ കാണാം. ആഡംബരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടാരം, അതിന്റെ മുറ്റത്ത് നിൽക്കുന്ന 16 പേർ. ആരാണ് 16 പേര്? ഉമർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ച, അതായത് നിങ്ങൾ ആദ്യം ക്ഷണിക്കണം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയണം. നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ ജിഹാദിന്റെ ഷർത്തും ഫറളും ഒപ്പിക്കാൻ വേണ്ടി ഉമർ പറഞ്ഞയച്ച ആൾക്കാർ. അപ്പോ എന്തൊരു വേഷമാണ്? വെറും സാധാരണ വേഷം. ഇവർ ചക്രവർത്തിയെ കാണാൻ വന്നതാണ്. കണ്ടവർക്കെല്ലാം ആശ്ചര്യം. ഇവരുടെ കൽബ് നിറയെ ഈമാനാണ്. പ്രവാചക സ്നേഹമാണ് അവരുടെ ആഭരണം. തൗഹീദാണ് അവരുടെ ആയുധം. എന്തൊരു കൊട്ടാരം! പ്രൗഢി നിറഞ്ഞ ഹാളുകൾ, അതിശയിപ്പിക്കുന്ന കാർപ്പറ്റുകൾ, അലങ്കാര ദീപങ്ങൾ, വില കൂടിയ ഇരിപ്പിടങ്ങൾ. യസ്ദഗൃത്തിന്റെ വേഷം അഹങ്കാരം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനിവിടെ വന്നു? ആലോചിച്ച് നോക്കണം. ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് വലിഞ്ഞു കയറി ചെന്ന ഒരു സംഘത്തോട് ചോദിച്ചത് നിങ്ങൾ എന്തിനിവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര അഹങ്കാരമായി പോയാലോ. അത് കൊള്ളാം. സംഘം നേതാവായ നുഅ്മാൻ ഇബ്നു മുഖ്രിൻ മറുപടി പറഞ്ഞു. സർവശക്തനായ അള്ളാഹുവിനെ കുറിച്ചും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ചും സംസാരിച്ചു. ഇസ്ലാം എല്ലാ ജനങ്ങൾക്കും ഉള്ള ദീൻ തന്നെയാണ്. അതിന്റെ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ വേദഗ്രന്ഥം അനുസരിച്ച് വിധി നടത്തുകയും ചെയ്താൽ, അതിന് സന്നദ്ധമായാൽ ഞങ്ങൾ തിരിച്ചു പോകും. രാജ്യം നിങ്ങൾക്ക് തന്നെ ഭരിക്കാം. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, വരുന്നു, ഇസ്ലാം സ്വീകരിക്കാൻ പറയുന്നു, അതിന് തയ്യാറായാൽ ഓക്കെ, നിങ്ങൾ ഭരണം നിലനിർത്തിക്കോളി, കുഴപ്പമില്ല. അതിന് സന്നദ്ധമല്ലെങ്കിൽ നമുക്ക് സന്ധിയാകാം. നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ നൽകാൻ സന്നദ്ധമായാൽ മതി. അതും നേരത്തെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞു തന്നെ. നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ കരാറിലെത്തുന്നു, നിങ്ങൾ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, ഞങ്ങൾ ഭരിക്കും, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നിങ്ങൾ ജിസിയ എന്നിട്ട് ഇവിടെ ജീവിച്ചോളിയും, നിങ്ങളുടെ ജീവനും സ്വത്തും ഞങ്ങൾ സംരക്ഷിക്കും. ഇതും നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ യുദ്ധം മാത്രമേ വഴിയുള്ളൂ. ഇഫ് യു റഫ്യൂസ്, ഇതാണ് സാൻ. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ വന്നത് എന്ന് ഉമർ മാതൃക കാണിച്ച ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. അപ്പൊ ഇതാണ് ഇസ്ലാം, ഇതാണ് ജിഹാദ്. ദിവ്യ ആയാലും കൊള്ളാം, രാഹുൽ ഈശ്വർ ആയാലും കൊള്ളാം, പുട്ടിയടിക്കാൻ വരുമ്പോ ഇത്തരം കിതാബുകൾ എടുത്ത് കത്തിക്കാനെങ്കിലും ഉസ്താദുമാരോട് പറയണം. അള്ള കൽപ്പിച്ചതിന് പ്രകാരം, ജിഹാദ് നേരത്തെ പറഞ്ഞ ഉസ്താദ് വിശദീകരിച്ചതിന് പ്രകാരം, മുഹമ്മദ് നബിയുടെ കാലം മുതൽ ചെയ്തതിന് പ്രകാരം, ഉമറിന്റെ മാതൃക മലയാളത്തിൽ അച്ചടിച്ച മർക്കസ് കോംപ്ലക്സിൽ നിന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞതിന് പ്രകാരം
ജിഹാദ് എന്ന് പറഞ്ഞാൽ ശക്തിയാർജിക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മുസ്ലിം സംഘം ഇതര മതസ്ഥരോട് ചെന്നിട്ടും ഇതര സമൂഹങ്ങളോട്, രാഷ്ട്രങ്ങളോട് ചെന്നിട്ട് ഇസ്ലാമാകാൻ ആവശ്യപ്പെടുകയും അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് മാറി നിന്ന് ജിസിയ നൽകാൻ ആവശ്യപ്പെടുകയും അതിനും നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവിടെ ബലപ്രയോഗത്തിലൂടെ ഇസ്ലാം സ്ഥാപിക്കുകയും പിടികൂടി ബന്ദികളാക്കി അടിമകളാക്കുകയും ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് ജിഹാദ്. ഇതന്നെയാണ് ISIS ചെയ്തത്. അതിന് ഇവരുടെ കണ്ണിൽ ഇസ്ലാം, അതായത് നേരത്തെ വായിച്ച പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക സംഘം, ഈ ഇസ്ലാമിക സായുധ സംഘം ഇസ്ലാമിന്റെ ശത്രുക്കളായി ഗണിക്കുന്നവരെയാണ് അവരാക്രമിക്കുക. അത് ചിലപ്പോൾ മുസ്ലിം പക്ഷത്തുള്ള ആൾക്കാരും ഉണ്ടാവും. ആദ്യം അവരവരുടെ തൊടി പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടേ അയലോക്കത്തെ രാജ്യത്തേക്ക് പോകുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജിഹാദിനെ കുറിച്ചൊക്കെ വെറുതെ പുട്ടിയടിച്ച് വിശദീകരിച്ച് വഷളാവാൻ നിൽക്കരുത് എന്ന് മാത്രമാണ് IAS കാരായാലും IPS കാരായാലും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്.